ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയം വഴിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 2006-2007 വർഷത്തിൽ എനിക്കിങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് നല്ല ഭക്തിയായിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണവും അസുഖങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എനിക്ക് ഡയഗ്നോസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റുകളൊന്നുമില്ല. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് വീണ്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടം. കാരണം വിവാഹം കഴിഞ്ഞ സമയം തന്നെ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന ആഗ്രഹത്തോടെ ജീവിച്ച ദമ്പതികളായിരുന്നു ഞങ്ങൾ അന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി ഞാൻ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ ഞാൻ നിന്റെ കൂടെ ഇത്രയൊക്കെ ജീവിച്ചിട്ടും എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ജൂൺ മാസത്തിൽ തന്നെ ഈശോ മറുപടി തരികയാണ്, മോളെ നിന്റെ ഈ ഒരു അസുഖം ഈ ലോകം മുഴുവൻ എൻ്റെ നാമം അറിയുന്നതിനും എൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് അറിയുന്നതിനും ഉപയോഗിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പ് ഈശോ തരികയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഓരോ വർഷവും തിരുഹൃദയത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന എന്നും മുടക്കാതെയും ആദിവെള്ളിയൊക്കെ ആഘോഷിച്ചുമൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി പ്രതീക്ഷയോടുകൂടി. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം 2013 ഒരു ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇപ്പോൾ ഉള്ള പുതിയ റിസർച്ച് അനുസരിച്ച് സ്പ്ലീനെക്ടമി ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാവാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു പേടി. കാരണം ഈ ഒരു സ്പ്ലീനെക്ടമി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് നമുക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് വീണ്ടും ചെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ എന്നോട് പറയാണ്, നീ ധൈര്യമായിട്ട് പോയിക്കോ, നിന്റെ ഈ അസുഖം ഒരു എൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ഉറപ്പ് കിട്ടുകയാണ്. അങ്ങനെ ഉറപ്പ് കിട്ടി, സർജറി കഴിഞ്ഞു. അധികം താമസിയാതെ രണ്ടാമത്തെ മകളെ പ്രഗ്നന്റ് ആവുന്നു. എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ആദ്യത്തെ അവരുടെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞത്, കുഞ്ഞിന്റെ ഡേറ്റ് പറഞ്ഞത് 2014 ജൂണിലെ തിരുനാളിന്റെ ദിവസമാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ എല്ലാ സഫറിങ്സും ഈശോ അവൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു ഉറപ്പായി. അങ്ങനെ കുഞ്ഞുണ്ടാവുന്നു. 2014 ജൂണിൽ കുഞ്ഞുണ്ടാവുന്നു. അതിനുശേഷം 2017 വീണ്ടും ഒരു മകനെയും കൂടെ നൽകി ഈശോ എന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ എല്ലാ സഹനങ്ങളും, അത് കഴിഞ്ഞ് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായ എല്ലാ സഹനങ്ങളും ഈശോ അവൻ്റെ നാമം അറിയിക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലാവുകയാണ്. അതുതന്നെയാണ് ഇന്നും എന്നെ ഇത് പ്രേരിപ്പിക്കുന്നത്. ഈശോയെ കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ ഒരു ആഴത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച്, ആ ജ്വലനത്തെക്കുറിച്ച് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യം എന്നിൽ വരുത്തുന്നത് ഈശോ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സഹനത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണെങ്കിൽ ഒട്ടും വേദനിക്കരുത്. പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിന് മാസം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിങ്ങളുടെ ഇന്റൻഷൻസ് എഴുതി വെച്ചിട്ട് ഈശോയുടെ തിരുഹൃദയത്തോട് ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവൻ നൽകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എൻ്റെ ഒരു ഡോക്ടേഴ്സിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മിറക്കിൾസ് ആണ് ഈശോ എൻ്റെ ജീവിതത്തിൽ നൽകിയത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഡിവോഷൻസ് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തു നോക്കുക. നിങ്ങളുടെ എന്ത് അവസ്ഥയിലാണെങ്കിലും ഈശോ അത് അവന്റെ മഹത്വത്തിനായിട്ട് മാറ്റും എന്ന് ഉറപ്പ് നൽകാം. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.